ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ വെർബ്സ് ആണ്. സോ എന്താണ് ഈ മോഡൽ വെർബ്സ്? നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മസ്റ്റ്, ought to. ഇതിനെയൊക്കെയാണ് നമ്മൾ മോഡൽ വെർബ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മോഡൽ വെർബ്സിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്, എന്ത് സബ്ജക്റ്റ് വന്നാലും മോഡൽ വേർബ്സിന് ചേഞ്ച് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഹീ ക്യാൻ ഡ്രൈവ്. ഹീ വന്നപ്പോൾ നമ്മൾ ക്യാൻ ഉപയോഗിച്ചു അല്ലേ? അവന് ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇനി ദേ വന്നാലോ? ദേ ക്യാൻ ഡ്രൈവ്, ഒരു മാറ്റവും ഇല്ല. ഷീ ക്യാൻ ഡ്രൈവ്. എന്ത് സബ്ജക്റ്റ് വന്നാലും മോഡൽ വെർബ്സിന് ഒരു മാറ്റവും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് റൂളാണ്, മോഡൽ വെർബ്സിൻ്റെ കൂടെ നമ്മൾ ടു എന്നുള്ളത് ഉപയോഗിക്കില്ല. നോക്കാം. ഹീ വിൽ ടു ഗോ എന്ന് പറയോ? ഇല്ല. ഹീ വിൽ ഗോ. ഷീ ക്യാൻ ടു സിങ് എന്ന് പറയോ? ഇല്ല. ഷീ ക്യാൻ സിങ്. ദേ വിൽ പ്ലേ. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്തില്ല? ഈ മോഡൽ വെർബ്സിൻ്റെ കൂടെ ഒന്നും ടു എന്നുള്ളത് ഉപയോഗിക്കില്ല എന്നുള്ളൊരു റൂള് നമ്മൾ പഠിച്ചു. ഓക്കെ, റൂള് പഠിച്ചോ? ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ought to എന്നുള്ളതിനകത്തൊരു ടു ഉണ്ടല്ലോ, അപ്പോൾ ഇതെങ്ങനെയാണ് മോഡൽ വെർബ് ആവുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുന്നതാണ്. പല ഗ്രാമറിയൻസും ഈ ought to മോഡൽ വെർബ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മോഡൽ വെർബ്സിൻ്റെ കൂടെ ഈ ought to കൂടെ ചേർത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടു എന്നുള്ള ഒരു വേർഡ് ഇവിടെ മോഡൽ വെർബ്സിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യില്ല എന്നുള്ള റൂള് നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് റൂള് നോക്കിയാലോ. ഇനിയുള്ള എന്താണെന്ന് വെച്ചാൽ, രണ്ട് മോഡൽ വെർബ്സ് ഒരുമിച്ച് നമ്മൾ യൂസ് ചെയ്യില്ല. ഹീ മേ ക്യാൻ ഡാൻസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം രണ്ടെണ്ണം വന്നിട്ടുണ്ടല്ലേ, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമുക്ക് ഹീ മേ ഡാൻസ്, അവൻ നൃത്തം ചെയ്തേക്കാം എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഹീ ക്യാൻ ഡാൻസ്, അവന് നൃത്തം ചെയ്യാൻ കഴിയും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഫൈനൽ റൂളാണ്, ഇത് നെഗറ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് നോട്ട് ചേർത്താൽ മതി. ഓക്കെ, ഈ മോഡൽ വെർബ്സ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവ് ആക്കാം. നെഗറ്റീവ് ആക്കി നോക്കാം. ഹീ വിൽ ഗോ, നെഗറ്റീവായിട്ട് ഹീ വിൽ നോട്ട് ഗോ. ഷീ ക്യാൻ സിങ്, എങ്ങനെ പറയാം? ഷീ ക്യാൻ നോട്ട് സിങ്. ദേ വിൽ പ്ലേ, ദേ വിൽ നോട്ട് പ്ലേ. അപ്പോൾ ഈ മോഡൽ വെർബ്സ് യൂസ് ചെയ്യുമ്പം നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഡു നോട്ട്, ഡസ് നോട്ട് എന്നൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എന്താ പഠിച്ചേ? മോഡൽ വെർബ്സ് യൂസ് ചെയ്യുമ്പോൾ വാട്ട് എവർ ബി ദ സബ്ജക്റ്റ്, ഈ വെർബ്സിന് ഒരു ചേഞ്ചും ഇല്ല. ഹി ക്യാൻസ് എന്ന് എഴുതണോ? ഹി ക്യാൻസ് ഡ്രൈവ് എന്ന് എഴുതണോ? വേണ്ട. ഹി ക്യാൻ ഡ്രൈവ്, ദേ ക്യാൻ ഡ്രൈവ്, ഷീ ക്യാൻ ഡ്രൈവ്, ഒരു ചേഞ്ചും ഇല്ല. പിന്നെ നമ്മൾ പഠിച്ചത് മോഡൽ വെർബ്സിൻ്റെ കൂടെ ടു നമ്മൾ ഉപയോഗിക്കില്ല. ഹീ ക്യാൻ ടു സ്വിം എന്ന് പറയേണ്ട, ഹീ ക്യാൻ സ്വിം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് രണ്ട് മോഡൽ വെർബ്സും കൂടെ ഒരുമിച്ചൊരു സെൻറ്റൻസിൽ വരില്ല. ഐ വുഡ് ഷാൾ മീറ്റ് ഹിം എന്ന് പറയോ? ഇല്ല. ഒന്നെങ്കിൽ ഐ വുഡ് മീറ്റ് ഹിം അല്ലെങ്കിൽ ഐ ഷാൾ മീറ്റ് ഹിം. ഇനി നമ്മൾ പഠിച്ചത് നെഗറ്റീവ് ആക്കാൻ നമുക്ക് ഈ മോഡൽ വെർബ്സിൻ്റെ തന്നെ യൂസ് ഉള്ളൂ. വേറെ അഡീഷണലി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഹീ ക്യാൻ, അതുപോലെ കുഡ്, മേ, മൈറ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഹീ, ഡസ് നോട്ട്, ക്യാൻ എന്നൊന്നും നിങ്ങൾ ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടണ്ട. ക്യാൻ നോട്ട് എന്നുള്ളത് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡൽ വെർബ് ആയിട്ടുള്ള ക്യാൻ ഡിസ്കസ് ചെയ്യാം. ക്യാൻ യൂസ് ചെയ്യുന്നത് എബിലിറ്റി പറയാൻ. എബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ കഴിവ് പറയാൻ. പോസിബിലിറ്റി പറയാൻ, സാധ്യത പറയാൻ. പെർമിഷൻ കൊടുക്കാൻ, അനുവാദം കൊടുക്കാൻ. ഇനി റിക്വസ്റ്റ് ചെയ്യാൻ, ഇങ്ങനത്തെ യൂസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അപേക്ഷിക്കാനും അനുവാദം കൊടുക്കാനും സാധ്യത പറയാനും കഴിവ് പറയാനും ഒക്കെ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് എബിലിറ്റി പറയാൻ ക്യാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കഴിവ് പറയുകയാണേ. ഐ ക്യാൻ സിങ്.
എനിക്ക് പാടാൻ കഴിയും, അല്ലെങ്കിൽ ഹീ ക്യാൻ ഡ്രോ, അവന് ചിത്രം വരയ്ക്കാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ കഴിവുകൾ പറയുമ്പോൾ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ഇനി ഞാൻ സാധ്യത പറയാണേ. ഹീ ക്യാൻ സീ ഹർ ടുമോറോ, അവൻ അവളെ നാളെ കാണാൻ കഴിയും. ഒരു സാധ്യതയായിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, യു ക്യാൻ പാസ് ദ എക്സാം, നിനക്ക് ആ എക്സാം പാസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ എൻ്റെ ഉദ്ദേശം ഞാനൊരു സാധ്യതയാണ് പറയുന്നത്. എനിക്ക് ക്യാന് അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റാഫിനോട് പറയണം നിനക്ക് പോകാം. എങ്ങനെയാണ് ഞാൻ പറയാ? യു ക്യാൻ ഗോ, നിനക്ക് പോകാം. യു ക്യാൻ യൂസ് ദാറ്റ്, നിനക്കത് ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ക്യാൻ ഉപയോഗിക്കും. ഇനി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്യാൻ ഉപയോഗിക്കും അല്ലേ? ക്യാൻ ഐ പ്ലീസ് ലീവ്, ഞാൻ പൊക്കോട്ടെ. നമ്മളൊരു റിക്വസ്റ്റ് ചോദിക്കുകയാണേ. ക്യാൻ ഐ പ്ലീസ് ലീവ്. ക്യാൻ ഐ യൂസ് യുവർ പെൻ, ഞാൻ നിൻ്റെ പേന ഉപയോഗിച്ചോട്ടെ. ക്യാൻ ഐ സേ ദാറ്റ്, ഞാനത് പറഞ്ഞോട്ടെ. ഇങ്ങനെ നമ്മളൊരു റിക്വസ്റ്റിന് വേണ്ടിയിട്ടും നമുക്ക് എന്തുപയോഗിക്കാം? ക്യാൻ ഉപയോഗിക്കാം. അപ്പം നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ കഴിവുകൾ പറയാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്തെങ്കിലും സാധ്യത പറയാൻ വേണ്ടിയിട്ട്, പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് നോക്കാം. കുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് എബിലിറ്റി പറയാൻ വേണ്ടിയിട്ട്. പണ്ട് നമുക്കൊരു കഴിവുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് കുഡ് ഉപയോഗിക്കാം. എനിക്ക് പണ്ട് ഓടാൻ സാധിക്കുമായിരുന്നു, വേഗത്തിൽ ഓടാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. എൻ്റെ പണ്ടത്തെ ഒരു കഴിവ് പറയുന്ന സമയത്ത് നമ്മൾ ക്യാൻ അല്ല യൂസ് ചെയ്യുക, കുഡാണ് യൂസ് ചെയ്യുക. അപ്പം എങ്ങനെ പറയാം? ഐ കുഡ് സ്വിം, എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. ഐ കുഡ് റൺ ഫാസ്റ്റ്, എനിക്ക് സ്പീഡിൽ ഫാസ്റ്റായിട്ട് ഓടാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ പണ്ട് കഴിയുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോസിബിലിറ്റി പറയാൻ, ഇതുപോലെ തന്നെ പോസിബിലിറ്റി പറയാനും നമുക്ക് കുഡ് ഉപയോഗിച്ചിട്ടും പറയാം. എങ്ങനെയാണ് ഞാൻ പറയുന്നത്? ദാറ്റ് കുഡ് ബി ഹിസ്, അത് അവൻ്റെ ആയിരിക്കാം. ഓക്കെ, അത് അവൻ്റെ ആയിരിക്കാം. ദാറ്റ് കുഡ് ബി ഹിസ്. ദാറ്റ് കുഡ് ബി റാം, അത് റാം ആയിരിക്കാം. ഞാനൊരു പോസിബിലിറ്റി പറയാണ്, ഒരു സാധ്യത പറയാണേ. ഇനി നമുക്ക് റിക്വസ്റ്റ് ചോദിക്കാനും കുഡ് ഉപയോഗിക്കാം. അപ്പം ശ്രദ്ധിക്കുക, ക്യാൻ ഉപയോഗിച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇൻഫോർമൽ ആണ്. നമ്മൾ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് ചോദിക്കുമ്പോഴാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത്. വളരെ ഫോർമലായിട്ട് പൊലൈറ്റായിട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ പറയാ? കുഡ് യു പ്ലീസ് എന്ന് ചോദിച്ചാൽ മതി. കുഡ് യു പ്ലീസ് മൂവ്, ഒന്ന് നീങ്ങാമോ? അപ്പോൾ ഇവിടെ ക്യാൻ യു പ്ലീസ് മൂവ് എന്ന് ചോദിച്ചാലും അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്, പക്ഷെ ടോൺ ഇസ് ഡിഫറെൻറ്റ്. ക്യാൻ നമ്മൾ യൂസ് ചെയ്യുക വെൻ ഇറ്റ് കംസ് ടു എ വെരി ഇൻഫോർമൽ ഫ്രണ്ട്ലി സെറ്റിംഗ്. അങ്ങനത്തെ ഒരു സെറ്റിങ്ങിലാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുക. ബട്ട് വേറാസ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് കുറച്ചൊരു ഫോർമൽ സെറ്റിങ്ങിലായിരിക്കും. ഓക്കെ, ഇനി സജഷൻസ് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. നമ്മൾ പറയാണ് നമുക്കൊരു സിനിമയ്ക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വി കുഡ് ഗോ ഫോർ എ മൂവി. വി കുഡ് ഗോ ഫോർ എ മൂവി. അല്ലെങ്കിൽ പറയാണ് നിങ്ങൾക്ക് പോകാം, ഒരു സജഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യു കുഡ് ഗോ, അല്ലെങ്കിൽ യു കുഡ് ലീവ് നൗ. യു കുഡ് ലീവ് നൗ. ഇങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാനും കുഡും ആണ് ഇപ്പോൾ പഠിച്ചേ. ക്യാൻ പഠിച്ചു, കുഡ് പഠിച്ചു. ക്യാനിൽ നമ്മൾ കഴിവുകൾ പറഞ്ഞു, കുഡിൽ നമ്മളുടെ പാസ്റ്റ് കഴിവുകളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ നമുക്ക് പോസിബിലിറ്റി രണ്ടിലും പറയാം, റിക്വസ്റ്റ് രണ്ടിലും പറയാം. റിക്വസ്റ്റ് പറയുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഇൻഫോർമലാണ്, ഫ്രണ്ട്ലി ആണ്, ഇവിടെ ഫോർമലാണ്. ഇനി നമുക്ക് ക്യാൻ ഉപയോഗിച്ചിട്ട് പെർമിഷൻ ചോദിക്കാം, കുഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സജഷൻസും പറയാം. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നമുക്കിനി നെക്സ്റ്റ് മോഡൽ വെർബ് വരുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻ കംപ്ലീറ്റ് ചെയ്തു, കുഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് മേ ആൻഡ് മൈറ്റ് പഠിക്കണം, വിൽ വുഡ് പഠിക്കണം, ഷോൾ ഷുഡ് പഠിക്കണം, മസ്റ്റ് ആൻഡ് ഓട്ട് ടു പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നിങ്ങൾ റെഡി ആണോ? നമുക്ക് നോക്കാം. നമ്മൾ മേ യൂസ് ചെയ്യുന്നതും മൈറ്റ് യൂസ് ചെയ്യുന്നതുമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം മേ യൂസ് ചെയ്യുമ്പം ഒന്ന് നമുക്ക് പെർമിഷൻ ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫോർമലായിട്ട് പെർമിഷൻ ചോദിക്കണമെങ്കിൽ മേ യൂസ് ചെയ്യും. മേ ഐ കം ഇൻ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ പെർമിഷൻ നമുക്ക് ചോദിക്കാം.
ഇനി പെർമിഷൻ നമുക്ക് കൊടുക്കാം. എങ്ങനെ പറയാം? യു മേ സിറ്റ്, നിനക്കിരിക്കാം. യു മേ കം ഇൻ, നിനക്ക് അകത്തോട്ട് വരാം. യു മേ സബ്മിറ്റ് ദ റിപ്പോർട്ട്, നിനക്ക് ഇനി യു മേ സബ്മിറ്റ് ദ റിപ്പോർട്ട് നൗ, നിനക്കിപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് പെർമിഷൻ കൊടുക്കാനും മേ യൂസ് ചെയ്യാം. അതുപോലെ പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് മേ യൂസ് ചെയ്യാം. ഹീ മേ കം, അവൻ വന്നേക്കാം. ഇന്ന് മഴ പെയ്തേക്കാം. ഇറ്റ് മേ റെയിൻ ടുഡേ, ഇറ്റ് മേ റെയിൻ ടുഡേ. കണ്ടോ? അപ്പം നമ്മൾ മേ ഉപയോഗിച്ചിട്ട് പെർമിഷൻ ചോദിച്ചു. മേ ഐ കം ഇൻ, മേ ഐ യൂസ് യുവർ പെൻ, മേ ഐ ലീവ് നൗ, മേ ഐ സബ്മിറ്റ് ദ റിപ്പോർട്ട്, മേ ഐ സെൻഡ് ഹിം എ ലെറ്റർ. ഇങ്ങനെയൊക്കെ നമ്മൾ പെർമിഷൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് മേ യൂസ് ചെയ്യാം. മേ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സെറ്റിംഗ് എന്ന് പറയുന്നത് ഫോർമലാണ്. പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യു മേ സിറ്റ്, യു മേ ഡു ദാറ്റ്, യു മേ ലീവ്, യു മേ ഗോ, അങ്ങനെ എന്ത് പെർമിഷൻസ് കൊടുക്കാനായിട്ടും നമുക്ക് ഈ മേ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പഠിക്കുന്നത് പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. വന്നേക്കാം, ചെയ്തേക്കാം, പറഞ്ഞേക്കാം, പോയേക്കാം എന്നൊക്കെ പറയുന്ന സമയത്തും നമുക്ക് മേ ഉപയോഗിക്കാം. ഇനി മൈറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പെർമിഷൻ ചോദിക്കുന്നത് എക്സ്ട്രീംലി പൊലൈറ്റ് ആയിട്ടാണ്. ഓക്കെ, എക്സ്ട്രീം പൊലൈറ്റ്നെസ് കൊടുത്തിട്ടാണ്. ഇത് യൂഷ്വലി അങ്ങനെ വല്ലാണ്ട് സെൻറ്റൻസസിലൊന്നും യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, എന്നാലും പഠിപ്പിക്കാം. ഓക്കെ, ഞാൻ പൊക്കോട്ടെ, ഇങ്ങനെ ചോദിക്കാം. മൈറ്റ് ഐ ലീവ്, ഞാൻ നേരത്തെ പൊക്കോട്ടെ. മൈറ്റ് ഐ ലീവ് ഏർലി. കണ്ടോ? അപ്പം അത്രയും പൊലൈറ്റായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് മൈറ്റ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, ഹീ മേ കം എന്ന് പറഞ്ഞാലും ഹീ മൈറ്റ് കം എന്ന് പറഞ്ഞാലും എന്താണ് വ്യത്യാസം? അപ്പം ഞാൻ പറഞ്ഞുതരാം. ഹീ മേ കം എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഉറപ്പുള്ളപ്പോഴാണ് നമ്മൾ ഹീ മേ കം എന്ന് യൂസ് ചെയ്യുന്നത്. അവൻ വരുമായിരിക്കും എന്ന് ഉറപ്പ് വളരെ കുറഞ്ഞ് പറയുമ്പോൾ നമ്മൾ മൈറ്റ് യൂസ് ചെയ്യും. ആ വേർഡിൽ നിന്ന് നമ്മളുടെ ടോൺ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഒരു പ്രോഗ്രാം നടക്കുവാണ്, അപ്പോൾ അവൻ വരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹീ മേ കം, അവൻ വരും, അവൻ വരുമായിരിക്കും, അവൻ വന്നേക്കാം എന്ന് നമ്മൾ പറയാണ്. പക്ഷെ ഹീ മൈറ്റ് കം എന്ന് പറയുമ്പം ചിലപ്പോൾ ചാൻസ് അവൻ വന്നാലായി, വരുമായിരിക്കുമോ, അങ്ങനെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് അവൻ വന്നേക്കാം എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡിഫറൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പോസിബിലിറ്റിയുടെ കാര്യം രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമുക്ക് മൈറ്റ് ഉപയോഗിക്കാം. ഏതൊരു ഡയറക്റ്റ് സ്പീച്ചും നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്ന സമയത്ത് നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കണം. അപ്പോൾ സാറ പറയാണ് ഹീ മേ കം എന്ന് സാറ പറയാണ്. അവൻ വന്നേക്കാം എന്ന് സാറ പറയാണ്. അപ്പം ഞാൻ ഒരാളടുത്ത് പോയിട്ട് പറയാണ് അവൻ വന്നേക്കാമെന്ന് സാറ പറഞ്ഞു. എങ്ങനെയാ ഞാൻ പറയാ? സാറ ടോൾഡ് ദാറ്റ്. ഇനി എനിക്കിവിടെ പാസ്റ്റ് ടെൻസ് ആണ് ആക്കണ്ടേ. ഹീ മൈറ്റ് കം. മേയുടെ പാസ്റ്റ് ടെൻസ് ആണ് മൈറ്റ്. ഓക്കെ, സാറ ടോൾഡ് ദാറ്റ് ഹീ മൈറ്റ് കം. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചേ? നമ്മൾ മേ ആണ് പഠിക്കുന്നത്. മേ നമ്മൾ പെർമിഷൻ കൊടുക്കാനും പെർമിഷൻ വാങ്ങാനും പോസിബിലിറ്റി പറയാനും വേണ്ടിയിട്ട് യൂസ് ചെയ്തു. മൈറ്റ് ആവുന്ന സമയത്ത് പെർമിഷൻ ഭയങ്കര എക്സ്ട്രീം പൊലൈറ്റ്നെസ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പോസിബിലിറ്റി കുറച്ച് പറയാൻ വേണ്ടിയിട്ടും മൈറ്റ് യൂസ് ചെയ്യാം. റിപ്പോർട്ടഡ് സ്പീച്ചിൽ എല്ലാ മേയും മൈറ്റ് ആവും. ഓക്കെ, അപ്പം മേ മൈറ്റ് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വിൽ വുഡ് എന്നുള്ളത് പഠിക്കാം. അപ്പം നമുക്കറിയാം വില്ല് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ പറയാ? അവൻ പോകും, ഹീ വിൽ ഗോ. അവൾ വരും, ഷീ വിൽ കം എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ വേണ്ടി, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ വില്ല് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ല് യൂസ് ചെയ്യാം. നീ പോകുമോ? വിൽ യു ഗോ? ഓക്കെ, വിൽ യു പ്ലീസ് ഗിഫ്. നീ നൽകുമോ? വിൽ യു പ്ലീസ് ഗിഫ് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വില്ല് യൂസ് ചെയ്യാം. ഇനി നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് കണ്ടീഷണൽ ഇഫ് ക്ലോസസിലാണ്. നമ്മൾ ഇഫിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ January 3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതല്ലെങ്കിൽ ഈ കേസ് നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമ്മൾ പറയാണ് നീ പഠിച്ചാൽ നീ ജയിക്കും എന്നൊക്കെ പറയില്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. നീ പാസ്സാവും. ഓക്കെ, ഇനി ഞാൻ അവളെ കണ്ട ഞാൻ അവളോട് പറയും. അപ്പം ഞാൻ എങ്ങനെയാ പറയാ?
If I see her, I will tell her. അപ്പം നമ്മൾ ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ട് ഹി വിൽ ഗോ, ഷീ വിൽ കം. ഇനി ഞാൻ പഠിക്കും, ഐ വിൽ സ്റ്റഡി എന്നൊക്കെ നമുക്ക് പറയാം. ഒരു പ്രോമിസ് വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ വില്ല് യൂസ് ചെയ്യില്ല. ഐ വിൽ സ്റ്റഡി, ഐ വിൽ സീ യു, ഐ വിൽ ടെൽ യു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ യു ഗോ, വിൽ യു പ്ലീസ് ഗിവ്, അല്ലെങ്കിൽ വിൽ യു പ്ലീസ് മൂവ് എ ബിറ്റ്, അല്ലെങ്കിൽ വിൽ യു ഗിവ് മീ ദാറ്റ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റ് കണ്ടീഷണലിനും നമ്മൾ ഇഫിൻ്റെ കൂടെയും നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് യു സ്റ്റഡി, നീ പഠിക്കുവാണെങ്കിൽ യു വിൽ പാസ്, നീ പാസ്സാവും. ഓക്കെ, ഇഫ് യു വേക്കപ്പ് ഏർലി യു വിൽ ഗെറ്റ് ടൈം, നീ നേരത്തെ എണീക്കുകയാണെങ്കിൽ നിനക്ക് സമയം കിട്ടും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? വില്ല് യൂസ് ചെയ്തു. ഇനി വുഡിൻ്റെ ഒരു മെയിൻ യൂസാണ് താല്പര്യം ഉണ്ട് എന്ന് പറയാൻ. ഓക്കെ, ഇപ്പം എനിക്ക് ഐസ്ക്രീം വേണമെങ്കിൽ ഐ വോണ്ട് ആൻ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ കുറച്ചൊരു റൂഡാണ്. റൂഡെന്ന് വെച്ചാൽ കുറച്ചൊരു പൊലൈറ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ അല്ല. അപ്പോൾ ഐ വോണ്ടിന് പകരം ഐ വുഡ് ലൈക്ക് ആൻ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ വളരെ സ്വീറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വുഡ് ലൈക്ക് വെച്ചിട്ട് ഐ വുഡ് ലൈക്ക് ടു മാരി ഹെർ, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നമ്മളുടെ താല്പര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് ലൈക്ക് ടുവിൽ വുഡ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ പണ്ടത്തെ ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഐ വുഡ് വാക്ക് ഡെയിലി, ഞാൻ ദിവസവും നടക്കുമായിരുന്നു. പണ്ടത്തെ നമ്മളുടെ ഒരു ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഐ വുഡ് വാക്ക് ഡെയിലി, ഐ വുഡ് ഗോ ടു ദ ജിം ഓൺ സൺഡേസ്, ഐ വുഡ് റീഡ് ന്യൂസ് പേപ്പേഴ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷണലിനും നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടീഷണലിന് വില്ലാണ് ഉപയോഗിച്ചത്. സെക്കൻഡ് കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ നടക്കാനൊരു ചാൻസും ഇല്ലാത്ത കാര്യങ്ങൾ. ഓക്കെ, ചാൻസ് ഇല്ലാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് കണ്ടീഷണൽ നമുക്ക് അൺലൈക്ക് ഫ്യൂച്ചർ എന്ന് പറയാം. അൺലൈക്ലി ഫ്യൂച്ചർ, നടക്കാൻ വലിയ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പം ഞാൻ എങ്ങനെയാ പറയാ? ഇഫ് ഐ ഹാഡ് സീൻ ഹെർ, ഞാൻ അവളെ കണ്ടിരുന്നെങ്കിൽ ഐ വുഡ് ടെൽ ഹെർ, ഞാൻ അവളോട് പറയുമായിരുന്നു. അപ്പോൾ ഇഫ് ഐ ഹാഡ് സീൻ ഹെർ ഐ വുഡ് ടെൽ ഹെർ. ഓക്കെ, വീഡിയോ ഇടയ്ക്ക് വെച്ചൊന്ന് കട്ടായി പോയി. അപ്പോൾ ഇഫ് ഐ ഹാഡ് സീൻ ഹെർ ഐ വുഡ് ടെൽ ഹെർ എന്നുള്ളത് ഈ ഒരു രൂപത്തിൽ നമ്മൾ പറയുന്നത് അത് നടക്കാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയായിരുന്നു, ഇഫ് ഐ സീ ഹെർ ഐ വിൽ ടെൽ ഹെർ എന്ന് പറയായിരുന്നു. ഓക്കെ, ഏതാ ഇഫ് ഐ സീ ഹെർ ഐ വിൽ ടെൽ ഹെർ എന്ന് പറയാൻ കാരണം ചാൻസ് ഉള്ളത് കൊണ്ടാണ്. ചാൻസ് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഫ് ഐ ഹാഡ് സീൻ ഹെർ ഐ വുഡ് ടെൽ ഹെർ എന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് വൺ ആണ് നമ്മൾ ഡിറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നത്. അപ്പോൾ ഈ ഡിറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും നമ്മൾ മേ മൈറ്റിൽ കണ്ടു. മേ എന്ന് വരുന്നത് മൈറ്റ് ആവും. അപ്പോൾ നമുക്കറിയാം വിൽ എന്ന് വരുന്നത് വുഡ് ആവും. അപ്പോൾ എങ്ങനെയാ പറയാ? സാറ ഹീ വിൽ കം. സാറ പറഞ്ഞു അവൻ വരും. അവൻ വരുമെന്ന് സാറ പറഞ്ഞു. എങ്ങനെ പറയാം? സാറ ടോൾഡ് ദാറ്റ് ഹീ വുഡ് കം. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കിവിടെ നോക്കാം. വില്ല് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ, അതുപോലെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് കണ്ടീഷണലിൽ ഫസ്റ്റ് കണ്ടീഷണലിൽ നമുക്ക് യൂസ് ചെയ്യാം. വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് താല്പര്യം ഉണ്ട് എന്ന് പറയാം. ഒരു കാര്യത്തിനോട് നമുക്ക് താല്പര്യമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഗോ ദെയർ, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ, ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ മൂവി, ഷീ വുഡ് ലൈക്ക് ടു കം വിത്ത് മീ. ഇങ്ങനെ നമുക്ക് താല്പര്യം ഉണ്ടെന്ന് പറയാൻ വുഡ് ലൈക്ക് ടു എന്നുള്ളത് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, നല്ല യൂസേജ് ആണ്. പിന്നെ നമ്മുടെ ഹാബിച്വൽ പാസ്റ്റ് ആക്ഷൻസ് പറയാൻ, പണ്ട് നമുക്കുണ്ടായിരുന്ന ശീലങ്ങൾ പറയാൻ, ഐ വുഡ് ക്ലൈംബ് എ ഹിൽ ഓൺ എവറി സൺഡേസ്, എല്ലാ സൺഡേസിലും ഞാനൊരു ഹില്ല് ക്ലൈംബ് ചെയ്യാൻ പോകാറുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വുഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് കണ്ടീഷണൽ ഈഫ് ക്ലോസിലാണ്. എന്ന് വെച്ചാൽ ചാൻസ് ഇല്ലാത്ത ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതുപോലെ പിന്നെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ വില്ലും വുഡും പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ഷാൾ ആൻഡ് ഷുഡ് കമ്പയർ ചെയ്ത് പഠിക്കാം. നമ്മൾ വില്ല് ഫ്യൂച്ചറിൽ യൂസ് ചെയ്തതുപോലെ ഷാൾ ശരിക്കും നമ്മൾ ഗ്രാമർ പ്രകാരം ഐ വി എന്നുള്ളതിൻ്റെ കൂടെയാണ് നമ്മൾ ഷാൾ യൂസ് ചെയ്യുക. ഞാൻ പോകും, ഐ ഷാൾ ഗോ. ഞങ്ങൾ കാണും, വി ഷാൾ സി. പക്ഷേ ഈ ഷാൾ എന്നുള്ളത് ഒരു ഔട്ട്ഡേറ്റഡ് യൂസേജ് ആണിപ്പോൾ. ഇപ്പം നമ്മൾ ഷാൾ എന്നുള്ളതിന് പകരം ഐ ആണെങ്കിലും വി ആണെങ്കിലും ദേ, ഹി, ഷീ എന്ത് വന്നാലും വില്ല് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി എന്തെങ്കിലും ഹെൽപ്പ് ഓഫർ ചെയ്യാൻ നമുക്ക് ഷാൾ യൂസ് ചെയ്യാം. എങ്ങനെ ചോദിക്കാം? ഷാൾ ഐ
ഹെൽപ്പ് യു? ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? ഷാൽ ഐ ഡു ദാറ്റ് ഫോർ യു? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരട്ടെ? ഷാൽ ഐ ക്യാരി യുവർ ബാഗ്? ഞാൻ നിങ്ങളുടെ ബാഗ് ക്യാരി ചെയ്യട്ടെ? ഇങ്ങനെ നമ്മൾ ഹെൽപ്പ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷാൾ യൂസ് ചെയ്യും. അതുപോലെ സജഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാൾ യൂസ് ചെയ്യും. ഇത് കൂടുതലും നമുക്ക് വീടെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുമിച്ചാണല്ലോ നമ്മൾ കൂടുതലും സജഷൻസ് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? ഷാൾ വി ഗോ? നമുക്ക് പോയാലോ? ഷാൾ വി ഗോ ഷോപ്പിംഗ്? നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? ഷാൾ വി ലീവ്? ഷാൾ വി സിറ്റ്? നമുക്ക് ഇരുന്നാലോ? ഇങ്ങനെ സജഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷാൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചത് ഐ വിയുടെ കൂടെ ഫ്യൂച്ചർ പറയാൻ നമുക്ക് ഷാൾ യൂസ് ചെയ്യാം, ഹെൽപ്പ് ഓഫർ ചെയ്യാൻ നമുക്ക് ഷാൾ യൂസ് ചെയ്യാം, സജഷൻസ് പറയാൻ നമുക്ക് ഷാൾ യൂസ് ചെയ്യാം. ഇനി ഷുഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് നം എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? എന്തെങ്കിലും ഒരു അഡ്വൈസ് നമ്മൾ കൊടുക്കുകയാണ്, ഒരു ഉപദേശം കൊടുക്കുകയാണ്, നീ പോകണം. യു ഷുഡ് ഗോ. നം എന്ന് വരാൻ വേണ്ടിയിട്ട്. അവൻ അത് കാണണം. ഇങ്ങനെ പറയാം, ഹീ ഷുഡ്. അവൻ, ഹീ ഷുഡ് സീ. അവൻ കാണണം. ദാറ്റ്, അത്. ഞാൻ എഴുതണം. ഐ ഷുഡ് റൈറ്റ്. ഇങ്ങനെ നം വരുന്ന സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിലാണ്. അപ്പോൾ സാറ പറയാണ് ഐ വിൽ ഗോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാറ പറയാണ് ഐ ഷാൾ ഗോ. അപ്പോൾ നമ്മൾ എന്ത് പറയും? സാറ ടോൾഡ് ദാറ്റ് ഷീ ഷുഡ് ഗോ. അപ്പോൾ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുന്ന സമയത്ത് ഷാളിനെ ഷുഡാക്കി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? ഷാൾ എന്നുള്ളത് ഫ്യൂച്ചർ പറയാനും ഹെൽപ്പ് ഓഫർ ചെയ്യാനും സജഷൻസ് പറയാനും നമ്മൾ യൂസ് ചെയ്യും. ഷുഡ് എന്നുള്ളത് നം എന്ന് വരാൻ വേണ്ടിയിട്ടും അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ചിലുമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷാൾ, ഷുഡ് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് മസ്റ്റ് പഠിക്കാം. മസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. യു മസ്റ്റ് കം. നീ എന്തായാലും വരണം, നിർബന്ധമായിട്ടും വരണം. ഹീ മസ്റ്റ് റൈറ്റ്. അവൻ നിർബന്ധമായിട്ടും എഴുതണം. ഇങ്ങനെ നിർബന്ധം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുന്നത്. ought to എന്നുള്ളതിനും സെയിം ഒരു മീനിങ് ആണ്. ഷുഡിൻ്റെ അതേ മീനിങ് തന്നെയാണ്. ചെയ്യണം, കുറച്ചുകൂടി ഉറപ്പിച്ച് പറയുമ്പോഴാണ് നമ്മൾ ought to യൂസ് ചെയ്യുക. യു ഷുഡ് ഡു എന്ന് പറയുന്നതിന് പകരം യു ought to do. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ought to യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമിലർ മീനിങ് ആണ്. പക്ഷേ ഈ ought to എന്നുള്ളത് ടൂ മച്ച് ഫോർമൽ ആണ്. ആൻഡ് ഇത് നമ്മളിപ്പോൾ അധികം യൂസ് ചെയ്തൊന്നും കാണാറില്ല. അധികം യൂസ് ചെയ്യാത്ത ഒരു വേർഡാണ് ought to എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ വാച്ചിങ് ദിസ്. ആൻഡ് നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെൽ വിത്ത് ദിനയുടെ പുതിയ ബാച്ച് വരുന്ന വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 9746274902 ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് എവ്രി വൺ.